കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എല്ലാ കണ്ണുകളും പാലക്കാട്ടേക്കാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം പാലക്കാടാണ്. പാലക്കാട് എന്ത് സംഭവിക്കും? നമുക്കറിയാം, ചേലക്കരയിലും വയനാട്ടിലും വരാനിരിക്കുന്ന ഫലത്തെപ്പറ്റി ഒരു വ്യക്തമായ ധാരണയുണ്ട്. എന്നാൽ പാലക്കാട്ടിൻ്റെ സ്ഥിതി അതല്ല. പാലക്കാട്ട് പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് വോട്ടെടുപ്പ് സൂചിപ്പിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മുടെ ചില പ്രേക്ഷകരും ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുമുണ്ട്. അതായത് പൊതുവെ മുഖ്യധാര മീഡിയ കവറേജിൻ്റെ ഒരു സ്വഭാവം പാലക്കാട്ട് മൊത്തത്തിൽ LDF മൂന്നാം സ്ഥാനത്ത് എന്ന രീതിയിലാണ്. നമ്മുടെ ചില പ്രേക്ഷകരും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മുഖ്യധാര മാധ്യമങ്ങൾ നോക്കിയാൽ, ചാനലുകളായാലും പത്രങ്ങളായാലും, അവിടെയെല്ലാം അവതരിപ്പിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് പാലക്കാട്ട് LDF ഒരു ശക്തിയേ അല്ല, മൂന്നാം സ്ഥാനത്താണ്. മണ്ഡലത്തിലെ മൊത്തം വോട്ടെടുപ്പ് നോക്കിയാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക് പോലെ തന്നെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും LDF മൂന്നാം സ്ഥാനത്താണ്. പക്ഷേ മൂന്നാം സ്ഥാനത്ത് LDF നിൽക്കുമ്പോഴും നമ്മളതിൻ്റെ ഇനം തിരിച്ച് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ BJPക്ക് കൂടുതൽ വോട്ട് നേടിക്കൊടുക്കുന്നത് നഗരസഭാ പ്രദേശങ്ങളാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ കണക്കുകൾ വിസ്തരിച്ചതാണ്, കൂടുതൽ പറയുന്നില്ല. അതേസമയം നഗരസഭാ പ്രദേശങ്ങളോട് ചേർന്നുള്ള 3 പഞ്ചായത്തുകളിൽ 2 പഞ്ചായത്തിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ LDFനാണ് ഭൂരിപക്ഷം കിട്ടിയത്. അവിടെ UDFും BJPയും ഒക്കെ 2-3 സ്ഥാനങ്ങളിലാണ്. ഒരു പഞ്ചായത്തിൽ മാത്രം UDF മുന്നിലെത്തിയിരുന്നു. അതായത് പിരായിരി പഞ്ചായത്തിൽ UDFന് വ്യക്തമായ മേൽക്കൈ ലഭിച്ചിരുന്നു. അതിൻ്റെ കണക്കുകൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചതാണ്. എന്നാൽ മറ്റ് 2 പഞ്ചായത്തുകളിൽ, മാത്തൂറും കണ്ണാടിയിലും തൊട്ടടുത്ത കിടക്കുന്ന പഞ്ചായത്തുകളിൽ LDF ഒന്നാം സ്ഥാനത്താണ്. അപ്പോൾ മണ്ഡലത്തിൽ മൊത്തം LDF മൊത്തം വോട്ടെണ്ണിയപ്പോൾ മൂന്നാം സ്ഥാനത്തായെങ്കിലും ചില മേഖലകളിൽ LDFന് ആധിപത്യമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് LDFന് ഉണ്ടായ വോട്ട് കുറവെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 10,000-ലധികം വോട്ടുകളാണ്. 10,000 വോട്ടുകളെങ്കിലും LDF ഇക്കുറി തിരിച്ചു പിടിച്ചാൽ ഒരു കടുത്ത മത്സരം LDF കാഴ്ചവെക്കുന്നു എന്നാണ് അതിനർത്ഥം. അതിൽ LDF രണ്ടാമത് വരുമോ അതോ LDF ഒരു അട്ടിമറി ജയം നേടുമോ എന്നതൊക്കെ മറ്റു കാര്യങ്ങളാണ്. പക്ഷെ ഞങ്ങളതിന് യഥാർത്ഥ വസ്തുത അപ്പോൾ ഡേറ്റ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പം അതാണ് ഒരു കാര്യം. 2 പഞ്ചായത്തുകളിൽ മുന്നിൽ, ഒരു പഞ്ചായത്തിൽ UDF മുന്നിൽ, 2 പഞ്ചായത്തുകളിൽ LDF മുന്നിൽ, നഗരസഭാ പ്രദേശത്ത് BJP മുന്നിൽ. പക്ഷെ ഇത്തവണ BJP നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ 6,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ 6,238 വോട്ടിന്റെ ഭൂരിപക്ഷം നഗരസഭാ പ്രദേശങ്ങളിൽ BJPക്ക് കിട്ടി. BJP ഒന്നാമതെത്തി നഗരസഭാ പ്രദേശങ്ങളിൽ. പക്ഷെ ഇക്കുറി അവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞു. 3,000-ലധികം വോട്ടുകൾ ചെയ്യപ്പെട്ടിട്ടില്ല 2021 അസംബ്ലി ഇലക്ഷനെ അപേക്ഷിച്ച്. ഈ ചെയ്യാതെ പോയ 3,000-ലധികം വോട്ടുകൾ, അല്ലെങ്കിൽ പോളിംഗിൽ കുറവ് വന്ന 3,000-ലധികം വോട്ടുകൾ, അത്രയും കുറഞ്ഞത് ആരെ ബാധിക്കും? നഗരസഭാ പ്രദേശങ്ങളിൽ ആരെ ബാധിക്കും? അത് BJPയെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ BJPയേക്കാൾ മറ്റ് പാർട്ടികളെ ബാധിക്കുമോ? മറ്റു മുന്നണികളെ, LDF UDF അല്ല, അത് BJPക്കും വോട്ട് ചോർച്ച ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ BJPക്ക് പാലക്കാട് ഇക്കുറി ജയിക്കണമെങ്കിൽ, കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്ത് റണ്ണറപ്പായിട്ട് വന്ന BJPക്ക് ഇക്കുറി ജയിക്കണമെങ്കിൽ നഗരസഭയിലെ വോട്ടുകൾ മാത്രം കൊണ്ട് പറ്റില്ല. നഗരസഭയിൽ അല്ലെങ്കിൽ അവർ 9,000-ലധികം വോട്ടിന്റെ, 10,000-നടുത്ത് വോട്ടിന്റെ ലീഡ് നേടണം. ഈ നാളെ അടുത്ത ദിവസം വോട്ടെണ്ണുമ്പോൾ, മണിക്കൂറുകൾ കഴിഞ്ഞ് വോട്ടെണ്ണുമ്പോൾ, നഗരസഭാ പ്രദേശത്ത് മാത്രം BJPക്ക് 10,000-ഓളം വോട്ടിന്റെ ലീഡ് കിട്ടിയാൽ മതി. എങ്കിൽ മാത്രമേ BJPയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് വിജയം തൊടാനോ 2ാം സ്ഥാനത്ത് വരാനോ സാധിക്കുന്നു. അതേസമയം UDF കഴിഞ്ഞ 3 തവണ നേടിയ ജയം നിലനിർത്തണമെങ്കിൽ അവരും ശരിക്കും പാടുപെടണം. അവർ 10,000-ലധികം വോട്ടിന്റെ ലീഡ് നേടണമെങ്കിൽ എവിടുന്നൊക്കെ പിടിക്കണം? പിരായിരി പഞ്ചായത്താണ് കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഭൂരിപക്ഷം 12,815 വോട്ട് നേടി ഒന്നാമതെത്തി.
മറ്റ് രണ്ട് മുന്നണികളെ പിന്തള്ളിക്കൊണ്ട്. ഈ വലിയ വ്യത്യാസമാണ് UDFന് ഷാഫി പറമ്പിലിന് വലിയ വിജയം സമ്മാനിച്ചത്. അത് നമ്മൾ ഓർക്കുക. 3859 വോട്ടിൻ്റെ ഭൂരിപക്ഷം ശ്രീധരനെതിരെ മെട്രോമിനെതിരെ കിട്ടിയത് ഇതുമൂലമാണ്. ആ പിരായിരി പഞ്ചായത്തിൽ നേടിയ 12,815 വോട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്കുകളിലെല്ലാം കൃത്യമായിട്ടുണ്ട്. അവിടെ ആ വിജയം ആവർത്തിക്കുക, മറ്റ് പഞ്ചായത്തുകളിൽ മുന്നേറ്റം നടത്തുക, നഗരസഭയിൽ വോട്ടുകൾ കൂടുതൽ പിടിക്കാൻ കഴിയുക, ഇതൊക്കെ ചെയ്തുകൊണ്ട് 10,000-ലധികം ഭൂരിപക്ഷം നേടിയാൽ, ലീഡ് നേടിയാൽ മാത്രമേ UDFന് രാഹുൽ മാങ്കൂട്ടത്തിന് വിജയം ഉറപ്പാക്കാൻ കഴിയൂ. അപ്പോൾ കൃഷ്ണകുമാർ, BJPയുടെ കൃഷ്ണകുമാറിനെ പറ്റിയുള്ള ആക്ഷേപം സ്ഥിരം സ്ഥാനാർത്ഥി എന്നാണ്. പാലക്കാട്ട് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മലമ്പുഴയിലോ എവിടെ ഇലക്ഷൻ നടന്നാലും സ്ഥിരം സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ. അപ്പൊ കൃഷ്ണകുമാറിനോട് അങ്ങനെ ഒരു താല്പര്യമില്ലായ്മ കുറച്ചെങ്കിലും വോട്ടർമാർക്കുണ്ടാവാം. ഈ സ്ഥിരം സ്ഥാനാർത്ഥി എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ നിർത്തിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് BJPയിൽ ആരെങ്കിലും നിർത്തിയില്ല, തുടങ്ങിയ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരാം. അപ്പോൾ ഈ കണക്കുകൾ വെച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് കടുത്ത മത്സരമാണ് നടക്കുന്നത്. ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഒരു വൻ ഭൂരിപക്ഷം കിട്ടില്ല. ഒരു ചെറിയ ഭൂരിപക്ഷത്തിന് ആര് ജയിച്ചാലും പാലക്കാട്ട് വിജയം കിട്ടൂ എന്ന് ഞങ്ങൾ പറഞ്ഞു. പിന്നെ LDFനെ സംബന്ധിച്ച് ഇനി 2ാം സ്ഥാനത്തെത്തിയാൽ അത് ബോണസാണ്. LDFന് കഴിഞ്ഞ ഇലക്ഷനേക്കാൾ ഒരു വോട്ടെങ്കിലും ഇത്തവണ കൂടുതൽ കിട്ടിയാൽ അത് ബോണസാണ്. LDFന് ബോണസാണ്, അത് പിണറായി സർക്കാരിനും ബോണസാണ്. അപ്പോൾ റണ്ണറപ്പായാലും LDF നേട്ടം കൊയ്തു 3ാം സ്ഥാനത്ത് വന്നു, 2ാം സ്ഥാനത്ത് വന്നു. ഇതിനെ വിജയിച്ചാൽ അതൊരു വലിയ അട്ടിമറി വിജയമാണ് എന്നും വ്യാഖ്യാനിക്കും. പിണറായി സർക്കാരിന് ഒരു ആനുകൂല്യം അതിൽ നിന്ന് കിട്ടും. കാരണം ഭരണത്തിൻ്റെ വിലയിരുത്തലാണോ ഈ ഇലക്ഷൻ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ LDF നില മെച്ചപ്പെടുത്തിയാൽ വോട്ട് ശതമാനത്തിൽ വിജയമോ പരാജയമോ എന്തായാലും വിജയത്തിനടുത്തെത്തിയാലും വോട്ടിംഗ് ശതമാനവും വോട്ടിലും LDFന് വർധനയുണ്ടായാൽ അത് LDFന്റെ ബോണസാണ്. അപ്പോൾ LDFന് പാലക്കാട്ട് നഷ്ടപ്പെടാനൊന്നുമില്ല, നേടാൻ മാത്രമേ ഉള്ളൂ. അത് ജയിച്ചില്ലെങ്കിൽ പോലും. പക്ഷെ ജയം ഒരു ഫോട്ടോ ഫിനിഷാണെന്ന് ഈ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിലയിരുത്തിയത്. അത് ഇത്തവണയും അത് ഏറ്റവും ഒടുവിൽ വിലയിരുത്തുമ്പോഴും അതിൽ നിന്ന് കൂടുതൽ ഒന്നും നമുക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. കൃഷ്ണകുമാർ 2ാം സ്ഥാനത്ത് വരുമോ, ജയിക്കുമോ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിന്റെ വിജയം ആവർത്തിക്കുമോ, എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് LDF കൂടുതൽ വോട്ടുകൾ നേടുമോ? ഈ 3 കാര്യങ്ങൾ പാലക്കാടിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്.